ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. പ്രവചിക്കുന്ന ഇത് വരുന്നതെന്ന് പറയുന്നത് 5 ഇന്ദ്രിയങ്ങൾ അടങ്ങുമ്പോഴാണ് 6ാം ഇന്ദ്രിയം തുറക്കുന്നത്. അപ്പോഴാണ് നമുക്ക് 6th സെൻസ് ഓപ്പൺ ആവുന്നത്. എന്താ ചോദിച്ചത്? അത് പിന്നെ ഈ ഫ്രോഡുകളുടെ ഒരു ടെക്നിക്കാണ്. അയ്യടാ ഒരു മന്ദൻ. ഇത് അന്തരീക്ഷത്തിൽ രോഗാണുക്കൾ അമിതമായി വ്യാപിച്ച് മാനവരാശിക്ക് വൻ നാശമുണ്ടാവും എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ ഒരു പ്രഡിക്ഷന്റെ പേരിലാണ് എനിക്ക് പ്രോഗ്നോസ്റ്റിക്കേറ്റർ അവാർഡ് തരുന്നത്. നമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നു. ഈ ആത്മീയതയെ പറ്റി ഇവരെല്ലാരും സംസാരിച്ചു. എന്താണ് ആത്മീയത എന്ന് ഒരൊറ്റ വാക്കില് ഇവരാരെങ്കിലും ഒരു ആൻസർ തരട്ടെ. അത് നന്നായി. അവനെ ഒന്ന് വളഞ്ഞു പിടിക്കാൻ ഞാനൊരു വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഞാൻ ഏറ്റെടുത്തു. നേരത്തെ പറഞ്ഞ ആത്മീയത എങ്ങനെയാണെന്ന് നിർവചിക്കാൻ പറ്റുമോ? ആത്മീയത ആത്മീയവാദികൾക്ക് പോലും നിർവചിക്കാൻ പറ്റില്ല. ആത്മീയത എന്ന് പറയുന്ന ഒരു പുകയാണ്. ആത്മീയതയുടെ വക്താക്കളാണ് നിർവചിക്കേണ്ടത്. അവർക്ക് നിർവചിക്കാൻ ഇതുവരെ പറ്റുന്നില്ല. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. അങ്ങനെ നിർവചിക്കുമോ? അത് എന്താ ആത്മീയത എന്താണ്? എന്താണ് ആത്മീയത? നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ആത്മീയത എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. എന്താ അവസ്ഥ? ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് നിർവചിക്കാൻ പറ്റുന്നത്? അതാണ് ചോദ്യം. പഞ്ചസാരേനെ ഇത് നിർവചിക്കാം. അതൊരു പറ്റും. അത് ആ പഞ്ചസാരേനെ പറ്റും നക്കുമ്പോ അതിലൊരു മധുരം വരുന്നത് എന്തുകൊണ്ടാണെന്നും എങ്ങനെയാണെന്നും കൃത്യമായി നിർവചിക്കാൻ പറ്റും. ഇതിലും ഭേദം അവൻ അങ്ങനെ ഇട്ട് കണ്ട് തരുന്നതായിരുന്നു. കളരിക്കൽ ശങ്കരൻകുട്ടി മേനോൻ അവറുകളെ ഒന്നിരുത്തി അങ്ങനെ ഒരുത്തൻ ഇരുത്തിയാൽ ഇരുന്ന് കൊടുക്കുന്ന ആളല്ല എന്റെ അങ്ങന്ന്. അതവനറിയില്ല. അവനറിയില്ല അല്ലേ? ആ മധുരം എങ്ങനെ ഇരിക്കുകയാണെന്ന് നിർവചിക്കില്ല. ഇല്ല, നിർവചിക്കാൻ പറ്റില്ല. അത് ഒരു അനുഭവമാണ്. അതാണോ ആത്മീയത? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അതാണോ ആത്മീയത? പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മധുരമാണോ ആത്മീയത? ആണോ? ആണെങ്കിൽ പറയട്ടെ. പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മധുരമാണ് ആത്മീയത എങ്കിൽ പറയട്ടെ. ഞാൻ ചോദിക്കാം, ആണെന്ന് പറയട്ടെ. അതാണോ ഉദ്ദേശിച്ചത്?